for you. Thank you so much. ഈ എന്നെ സ്റ്റേജിൽ നിർത്തിയിട്ട് എന്നെ പറ്റി പൊക്കി പറയുന്നത് കേൾക്കാൻ പറ്റിയ രസമുള്ള പരിപാടിയല്ല. അപ്പൊ നമ്മൾ ഒഫീഷ്യലി ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാണ്. രേഖാചിത്രം പ്ലീസ്. Celebrating the 15 years journey of Pacifica. Let me welcome the team of Rekachitram. Please put your hands together for the female lead, the very beautiful Anashwara Rajan. Anashwara, I'm so happy to see you all again after so long. Pacifica, ഈ പാട്ട് ഞാൻ ആസിഫിക്ക് വേണ്ടി പാടാനുള്ള few lines for you. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്ന് പോയോ, ഒരു കാറ്റ് പോലെ കൂടെ വന്നവൾ വഴിമറന്ന് പോയോ, ഒരു കഥയാ അവളുടെ ചിന്തുകൾ നൂറുകളായി പടർന്നു അലയുമൊരു കാറ്റിൽ ഇതളുകൾ വിട പറയാ.
അനശ്വര രാജിന്റെ ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ചിത്രമായിട്ടുള്ള രേഖ ചിത്രത്തിന്റെ ഒരു പ്രൊമോഷനും കൂടി നമ്മളിവിടെ നടത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ എന്താണെങ്കിലും ട്രെയിലറൊക്കെ കാണാൻ വേണ്ടി എക്സൈറ്റഡ് അല്ലേ? ആസിഫൊക്കെ വരുമ്പോൾ ഈ ഒരു എനർജി പോരാ, ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ ഒരു എനർജി പോരാ. വി നീഡ് എ ലോട്ട് ഓഫ് എനർജി ഫോർ ദ ഈവനിങ്. ഫുഡൊക്കെ കഴിച്ച എല്ലാവരും നല്ലൊരു എനർജി പാക്ഡ് ആയിട്ട് ഈ ഒരു ഈവനിങ് മുന്നോട്ട് കൊണ്ടുപോകാം. സോ സിദ്ധാർത്ഥ് മേനോൻ എന്ന് പറഞ്ഞ ഒരു പ്ലേ ബാക്ക് സിംഗർ, ആക്ച്വലി ഐ എം വെരി ലക്കി ബിക്കോസ് അദ്ദേഹത്തിന്റെ പാട്ട് അടുത്തിരുന്ന് കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മന്ദാരി ചെപ്പുണ്ടോ എന്നൊരു പക്കയോട് പാടുന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു സിംഗ്. അതുകൊണ്ട് തന്നെ कैसे तुझसे दिल ना लगाए कोई. നമസ്കാരം ഷാർജ. നിങ്ങളെല്ലാവരും കൂടെ പാടുവോ? റെഡിയല്ലേ? रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरिया, काजल की सियाही से लिखी है तूने जानी कितनों की लव स्टोरिया. केसरिया तेरा इश्क है पिया, रख जाऊं तो मैं हाथ लगाऊं दिल भी में तेरी फिक्र में रहने सारी तेरी खैर मनाऊं. केसरिया तेरा इश्क है गया, बन जाऊं तो मैं हाथ लगाऊं दिल में सारा तेरी फिक्र में रहने सारी तेरी खैर मनाऊं. Come on, sing along everyone. केसरिया तेरा इश्क है पिया, इश्क है पिया. केसरिया 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 तेरा इश्क है पिया. रंग जाऊं जो हाथ लगाऊं. Thank you so much. Namaskaram ഷാർജ. എന്താണ് ഒരു ഉഷാറൊന്നുമില്ലല്ലോ? കുറച്ചും കൂടി ആവട്ടെ, കുറച്ചും കൂടി energy. Come on guys. Okay, let's do one thing on the count of 3. ഇതെന്താണ് ഇത്? സിറ്റിംഗ് അറേഞ്ച്മെന്റ്, why they are standing there and sitting some. അങ്ങനെയാണ് സിറ്റിംഗ്. You guys want to come here? You all? Okay, so 1, 2, 3, scream it. 1, 2, 3, scream it. So let's do this, guys.
I'm very greedy. Trust me, guys. ഇങ്ങനെ ഞാൻ വിടൂല. നിങ്ങൾ എല്ലാവരും പാടും. Left hand side, guys, you ready? I can't hear you guys. Are you ready? Here we go. Can I get a little more keys in my ears? Chickabookie, chickaboo. 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 Chickaboo, everyone! Chickabookie, chickaboo. Chickabookie, chickaboo, baby. Kalatu paar saile. Kumas kumar baile. Okay, naam tumhe. Chickabookie, chickaboo, baby. मुझे कोई बाकी थोड़ी सी है जिंदगी जगी धड़कन जाना जिंदा मैं तोड़ दिया कुछ ऐसी लगे इस लम्हे में ये लम्हा कहाँ था मेरा अब है सामने से छू लो जरा मर जाऊं यारी तुम जरा खुशियाँ चूम लो यारो जरा मर जाऊं जरा से अभी मुझे बाकी थोड़ी सी है Thank you so much, Shaja. I love you all. Thank you so much. Put all hands up in the air. This is so beautiful. Just look around, guys. This is wonderful. Thank you so much. Come on, Shaja. Let's go. കൈയോല പാടിച്ച് കായലൊരു മരത്തിൽ പോയിച്ച് അതുകൊണ്ട് തങ്ങിപ്പോവരും നിന്നമ്മവൻ മാറി കൊണ്ടേ അതുകൊണ്ട് തങ്ങിപ്പോവരും നിന്നമ്മവൻ മാറി കൊണ്ടേ
ഗൈസ് ഇന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഓൾ ദ ബാൻഡ്സ്, ഞാൻ ആക്ച്വലി ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്, ഐ ആം ഫ്രം ബോംബെ. സോ ഞാൻ കേരളത്തിൽ വന്നപ്പോൾ വൺ തിങ് ദാറ്റ് ഐ ഗോട്ട് ടു നോ ഇസ് ദാറ്റ് ഓൾ ദ ബാൻഡ്സ് സിംഗ് ദിസ് സോങ്. എല്ലാവരും പാടും, പക്ഷേ ഈ പാട്ട് ആരാണ് എഴുതിയത് അല്ലെങ്കിൽ കമ്പോസ് ചെയ്തത്? ഇപ്പോൾ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞൊരു തേവി പെണ്ണേ, ഇപ്പോൾ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞൊരു തേവി പെണ്ണേ, ഇപ്പോൾ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞൊരു തേവി പെണ്ണേ, ഇപ്പോൾ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞൊരു തേവി പെണ്ണേ. കുഞ്ഞു തുമ്പി തമ്പുരു എന്റെ ഓർമ്മയിൽ പൂത്തുനിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നകന്നൊരു ജീവജീവിതം.
രാസാത്തി എന്നെ വിട്ട് പോകാതടി തീക്കായും നേരത്ത് നീ പാടടി അടി അടിയേ രാസാത്തി എന്തിനോ നീ വന്നു നെഞ്ചിലെ ചില്ലിൽ നിന്നു. One more time, everyone. രാസാത്തി രാസാത്തി എന്തിനോ നീ വന്നു നെഞ്ചിലെ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോമായും നേരം പിന്നെയും മന്ദാരച്ചുണ്ടു മാണിക്കല്ലുണ്ടു കയ്യിൽ വാഴതി പൊന്നും തേനും വയമ്പുണ്ടു വാനം പാടിതൻ തൂവലുണ്ടു ഉള്ളിൽ നാമോദം തിരവേറുമ്പോൾ മൗനം പാടും. Come on, sing along with me, guys. Everyone, come on. മന്ദാരച്ചുക്കയിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുണ്ടു വാനം പാടിതൻ തൂവലുണ്ടു ഉള്ളിൽ ആമോദത്തിരവേറുമ്പോൾ മൗനം പാടും ഉള്ളിൽ ആമോദത്തിരവേറുമ്പോൾ മൗനം പാടും. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി കൊട്ടിട്ട് ചൊല്ലി കുട്ടൂടെ വാടി മാമുണ്ട് ചാട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി കൊട്ടിട്ട് ചൊല്ലി കുഞ്ഞോടെ വാടി മാമുണ്ട് ചാട്. വെള്ളരി പിഞ്ചു പോലും ചുമ്മാതൊക്കെ നീരൊഴുക്കി തക്കാളി പപ്പാളി ചിങ്ങ ചിങ്ങയോടത്ത് പിച്ച നടന്നു ചൊല്ലി കുഞ്ഞോടെ കുമ്പാളി മാമുണ്ട് ചാടി. കുഞ്ഞോടെ കുമ്പാളി മാമുണ്ട് ചാടി. Well, thank you so much, guys. I'll be back very, very soon. Thank you so much. Love you all. Thank you.
Oh my God, ഒരു എനർജി പോരാലോ, നമ്മളൊരു വലിയൊരു അടിപൊളി സെലിബ്രേഷൻ വേണ്ടിയല്ലോ വന്നിരിക്കുന്നത്. Good evening, Sharjah. Yes, that's it. എല്ലാ കണ്ണുകളും ഇവിടെ ആ ഒരു വ്യക്തിനെ കാത്ത് ഇരിക്കുകയാണ് അല്ലേ? Yes, of course. അപ്പം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ we are talking 15 വർഷം എന്ന് പറഞ്ഞാൽ it's a huge number of years. Today we are here celebrating 15 years of Asif Ali in association with Lulu Food, Emirates First, Ali Al Khaja Advocates, Startup Works and Rakesh. What a beautiful evening. എല്ലാവരും ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഗ്യാദർ ചെയ്തിട്ടാണ്. ആ ഒരു ഏരിയയിലേക്ക് ഇവിടെ നോക്കുന്ന പോലും ഇല്ല. എല്ലാവരും ക്യാമറ കണ്ണുകൾ അങ്ങോട്ട് അല്ല ഇപ്പൊ എത്തും. ഒരു 5 മിനിറ്റോടെ ഉണ്ട്. അപ്പൊ അതിന് മുന്നേ എല്ലാവരെയും നമുക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോ കുറച്ച് ടാസ്ക് ഞങ്ങൾ ഇപ്പൊ തരാം. ആ ടാസ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം. ഇന്നത്തെ ഈവനിങ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ നമുക്കറിയാം രേഖാ ചിത്രം എന്ന് പറഞ്ഞ ആ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷൻ ഈസ് ദെയർ ആൻഡ് ആസിഫ് അലിനെ എന്നും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ആസിഫ് അലിയുടെ ഫ്രണ്ട്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്ലീസ് put your hands together for ബാലു വർഗീസ്. ദീപക് പരമ്പോൾ. Please put your hands together for ദീപക് പരമ്പോൾ. രണ്ടുപേരും ആസിഫിനോടൊക്കെ ഇപ്പോൾ നമുക്ക് റീൽസിലും അല്ലെങ്കിൽ ആളവിടെ നിൽക്കട്ടെ. So we have another special guest of the evening. രേഖാ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം അനശ്വര രാജൻ. Please put your hands together for അനശ്വര. ഞാൻ എപ്പോഴും അവരുണ്ട്. നേരെ നോക്കി അക്ഷരത്തെ. ഇല്ല അവിടെ മൈക്കിൽ I got right outside. Anurag is getting it. Congratulations. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. ഫഹദ് ഫാസിൽ ഇട്ട് സ്വാഗതം ചെയ്യാം. മലയാള സിനിമയുടെ തന്നെ എക്കാലത്തെ അഭിമാനമായ യുവതാരങ്ങളിൽ തന്നെ പ്രജ്വല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നമ്മുടെ മനസ്സിൽ എന്നും ഒരു സ്ഥാനം കൈകൊള്ളുന്ന ഓണാനുള്ള നമ്മൾ ഓരോരുത്തരും ഇന്നും കൂടിയേക്കുന്നത് അദ്ദേഹത്തിന്റെ സക്സസ് സെലിബ്രേഷൻ തന്നെയാണ്. എല്ലാവരും ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാവരും അദ്ദേഹത്തിന് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണമെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. സെലിബ്രേറ്റിംഗ് ദ 15 ഇയേഴ്സ് ഓഫ് ആസിഫ് അലി. നമ്മൾ കാത്തിരുന്ന ആ ഒരു മൊമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഐ നോ യു ആർ ഓൾ വെരി എക്സൈറ്റഡ്. പക്ഷേ എന്താണെങ്കിലും ഇവിടെ ഫ്രണ്ടിലുള്ള ആൾക്കാരെല്ലാം പ്ലീസ് ബി സീറ്റഡ് സോ ദാറ്റ് നമ്മുടെ പ്രോഗ്രാം നമുക്ക് അടിച്ചു പൊളിച്ച് ഉഷാറാക്കി മുന്നോട്ട് പോകാം. വന്നാലും ആ ഒരു എനർജിയാണ് എല്ലാവരും. അതായത് ഏത് കുട്ടികളൊന്നുമില്ല വലിയവർക്കില്ല ആരുടെ അടുത്താണെങ്കിലും അദ്ദേഹം പോയി അവരോട് നിന്ന് ഫോട്ടോ എടുത്ത് ഒക്കെ വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. യെസ്, ദ എവർഗ്രീൻ യൂത്ത് സ്റ്റാർ ആസിഫ് അലി അദ്ദേഹം നമ്മുടെ ഒപ്പം എത്തിയിട്ടുണ്ട്. ആൻഡ് ഐ ക്യാൻ സീ ദ എക്സൈറ്റ്മെന്റ് ഇൻ ദ ക്രൗഡ്. So here we are celebrating the 15 years of Asif Ali in association with Lulu Food, Emirates First, Ali Al Khaja Advocates, Startup Works and Case. എല്ലാവർക്കും ഒരു ഹൈഫൈ കൊടുത്തതിന് ശേഷം വേഗം ഇങ്ങോട്ട് വിടണം. അദ്ദേഹത്തിന്റെ സീറ്റ് ഇവിടെ കാലിയായിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓ മൈ ഗോഡ്, വാട്ട് എ ക്രൗഡ്. ഷാർജ മുഴുവൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും അദ്ദേഹത്തിന്റെ പ്രസൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മള് ആസിഫ് അലി എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കീർത്തി പറഞ്ഞ പോലെ മലയാള സിനിമകളിലെ നായകന്മാരെ നോക്കുമ്പോൾ നമുക്ക് ആദ്യം മലയാള സിനിമ എന്ന് പറയുന്ന കുറച്ച് മുഖങ്ങളുണ്ട്. അതിലൊന്ന് തന്നെയാണ് ആസിഫ് അലി എന്ന് പറയുന്നത്. റിതു എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിൽ തുടങ്ങി ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 15 ഇയേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് തിങ്, ഒരു ഹ്യൂജ് അക്കംപ്ലിഷ്മെന്റ്. സോ നമ്മുടെ ആസിഫിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോ സൈഡിലും ഞാൻ പറയുന്നതാണ്. സോ 3, 2, 1 ഈ സൈഡ് ഈ സൈഡ് കൊടുക്കാം. 3, 2, 1 this side. Oh my God, it's power blasting. ഈ
on 3, 2, 1. Yes, yes, yes. That's the energy we want. Thank you so much. ഷാർജക്കാരെ തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും ഒരു കിടിലൻ വെൽക്കം ഡാൻസിലേക്ക് തന്നെയാണ് പോകുന്നത്. യെസ്, ഈ ഒരു വെൽക്കം ഡാൻസിന് വേണ്ടി ആസ്വദിക്കേണ്ട വളരെ കുഞ്ഞു ആരാധകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സിറ്റി ഡ്രീംസ്. അപ്പം ഇപ്പൊ നമ്മുടെ ഒരു ട്രിബ്യൂട്ട് ഡാൻസ് ബൈ സിറ്റി ഡ്രീം കിഡ്സ്. നമ്മൾ ആദ്യം തന്നെ ഈ സ്റ്റേജിന് ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാവരും ഒന്ന് ക്ലിയർ ചെയ്യണം. കാരണം മീഡിയ ഉണ്ട്, മീഡിയയ്ക്ക് ഫോക്കസ് ചെയ്യണം. എല്ലാവരും തന്നെ സ്റ്റേജിന് ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാവരും, ഈവൻ മാനേജ്മെന്റ് ടീം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് പ്രോപ്പറായിട്ട് ഇവിടെ നടക്കുന്ന പരിപാടികളൊക്കെ തന്നെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഏരിയ സഞ്ജു 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 ഈ ഒരു ഏരിയ ഒന്ന് ക്ലിയർ ആക്കണം. കാരണം അവിടെ ഇരിക്കുന്നവർക്കും സ്റ്റേജിലെ പരിപാടികളെല്ലാം തന്നെ കാണാനുണ്ട്. ഓക്കെ, എല്ലാവർക്കും അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ എന്താണെങ്കിലും നമ്മൾ വന്നിരിക്കുന്ന പരിപാടിയിലേക്കാണ് പോകുന്നത്. 15 ഇയേഴ്സ് സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. And also the promotion of the latest movie ചിത്രം. ആ ഒരു ചിത്രത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ, ആസിഫിക്കയുടെ ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ കുഞ്ഞു കുരുന്നുകളുടെ ആ ഒരു ഡാൻസ് പെർഫോമൻസിനാണ്. നല്ലൊരു കൈയടി ഫോർ സിറ്റി ഡാൻസ് കിഡ്സ് പ്ലീസ്. ഒരു വലിയൊരു കൈയടി. യെസ്. വണ്ടിയിൽ ഒരാധാരം ടീമാണ്. ഇതൊന്നുമല്ല, ഇനി ട്യൂബിനൊരു മുതല് വരും. ഞാൻ കണ്ടിട്ട് കണ്ണടിപ്പോയി. തൊടുപുഴയിൽ നിന്ന് ഇറങ്ങുന്ന ആസിഡ് പക്ഷേ അതിന് മുന്നേ, വിളിക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആസിഫിക്കയുടെ ഒരു ജേർണി we are talking about it, അല്ലേ? തീർച്ചയായിട്ടും 15 വർഷം മുമ്പ് ഋതു എന്ന ശ്യാമപ്രസാദിന്റെ സിനിമയിലൂടെ മലയാള മനസ്സിലിടം കണ്ടെത്തിയ തൊടുപുഴക്കാരൻ. കഥ തുടരുന്നു, അപൂർവരാഗം, സോൾട്ട് ആൻഡ് പെപ്പർ തുടങ്ങി മലയാളത്തിലെ മികച്ച സംവിധായകർക്കൊപ്പം നിരവധി ചിത്രങ്ങൾ. പരാജയങ്ങളെ തകരാതെ വിമർശിച്ചവരെ കൊണ്ട് കൈയടിപ്പിച്ച നായകൻ. ലേവ്യാശനും ഗോവിന്ദനും മുഖം മറിച്ച് കണ്ണുകൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച ദിലീപ് ബാലൻ. 2024 നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായ ഹിറ്റുകൾ. ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട കിഷ്കിന്ദ കാണത്തിൽ അഭിനയ മികവ്. ഋതുവിൽ തുടങ്ങി ഇത് രേഖാ ചിത്രത്തിൽ എത്തി നിൽക്കുന്ന നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം one and only ആസിഫ് അലി. Big shout out. So let's go to a tribute video for Asif Ali to the screen. Let's give a big shout out for our Asif Ali. Please come. സ്റ്റേജിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. എവിടെ shout out ഷാർജ? നമസ്കാരം. വെൽക്കം. നമസ്കാരം ഷാർജ. നമസ്കാരം UAE. അസ്സലാമു അലൈക്കും. എനിക്ക് ആഘോഷിക്കേണ്ടത് 15 വർഷമല്ല, എനിക്ക് ആഘോഷിക്കേണ്ടത് ഈ വർഷമാണ് 2024. സിനിമയിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല വർഷമായിരുന്നു ഇത്. തലവൻ മുതൽ കിഷ്കിന്ദകാണ്ഡം വരെയുള്ള സിനിമകൾ ഏറ്റവും എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച അഭിപ്രായം വന്ന ഏറ്റവും ആളുകൾ സ്വീകരിച്ച സിനിമകൾ ചെയ്ത വർഷം. ഈ വർഷമാണ് എനിക്ക് ആഘോഷിക്കേണ്ടത്. ഈ വർഷം കഴിഞ്ഞു പോകുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ അടുത്ത വർഷം ഞങ്ങൾ തുടങ്ങുന്നത് രേഖാചിത്രവുമായിട്ടാണ്. പ്രീസ് എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ പ്രിയ സുഹൃത്ത് ജോഫി ചെയ്യുന്ന രേഖാചിത്രം ജനുവരി 9-ാം തീയതി തിയേറ്റേഴ്സിലേക്ക് എത്തുക. വർഷം വലിയൊരു ആഘോഷമായി തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.
ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നത്, മലയാള സിനിമയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നത് UAE യിൽ നിന്നാണ്. നാട് വിട്ട് വരുന്ന നിങ്ങളാണ് മലയാള സിനിമയിലെ കേരളത്തിന്റെ പുറത്ത് ഏറ്റവും വലിയ പ്രേക്ഷക സമൂഹമുള്ളത്. ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഈ വർഷം ആഘോഷിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു തന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ഇവന്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. 15 വർഷം ആഘോഷിക്കാനോ ഇത്രയും വലിയ കൈയടിക്കോ എത്രത്തോളം അർഹതയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ 15 വർഷം ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉള്ള, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഞാൻ ഒരു സിനിമയ്ക്ക് ഓഡിഷൻ നോട്ടീസ് കണ്ടിട്ടാണ് ഓഡിഷന് പോകുന്നത്. അതൊരു ദീപാവലി ദിവസമായിരുന്നു. അങ്ങനെ സിനിമ ഓഡിഷൻ കഴിഞ്ഞ് ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ആ സിനിമയിലേക്ക് വിളിച്ചു. സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ പാക്കായ സമയത്ത് ഞാൻ ആ സിനിമയുടെ സംവിധായകനായ ശ്യാം സാറിനോട് ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് എന്നെ ഈ സിനിമയിലേക്ക് സാർ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ ശ്യാം സാർ പറഞ്ഞത്, അന്ന് അവർ 55 ആളുകളെ ഓഡിഷൻ ചെയ്തതിൽ ഒരേ ഒരാൾ മാത്രമാണ് അവരുടെ അടുത്ത് ഹാപ്പി ദീപാവലി എന്ന് പറഞ്ഞത്. അവര് ദിവാലി വിഷ് ചെയ്ത ഒരേ ഒരാളാണ്. അപ്പൊ നമുക്കറിയില്ല നമ്മുടെ ജീവിതം മാറുന്ന ആ ഒരു ചെറിയ വാക്ക്, ആ ഭാഗ്യം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെയുള്ള ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവട്ടെ. എന്നെ പോലെ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും അത് സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ഒരു ഞായറാഴ്ച നിങ്ങളുടെ എല്ലാവരെയും കൂടെ സെൽഫി എടുക്കണമെന്ന് എനിക്കുണ്ട്. പറ്റുന്ന അത്രയും പേരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോകുള്ളൂ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ചോദിക്കാൻ വെച്ച ചോദ്യത്തിന് ഉത്തരങ്ങളാണ് ഇത്രയും നേരം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ Akshay, looking back, this is 15 years of celebration. Asifika, നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും രജനീകാന്തിനെ കണ്ട് കൈയടിക്കുന്ന പോലെ എന്നെ കാണുമ്പോഴും ആളുകൾ കൈയടിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു. എന്റെ സ്ക്രീനിൽ അതിന് ഞാൻ വിശ്വസിച്ചു. എനിക്കിത് വേണം, എനിക്കിത് മതി. ബ്യൂട്ടിഫുൾ. ഈ പലരും ഇപ്പൊ എനിക്ക് ചോദിച്ച ആ ചോദ്യം നമുക്ക് കണക്ട് ചെയ്യണം. പലരും നമ്മളെ ഇരിക്കുന്ന പലരും ഒക്കെ സിനിമ എന്ന ആഗ്രഹം കൊണ്ടൊക്കെ ഒരുപക്ഷെ കോളേജ് കാലഘട്ടത്തിലും അത് കഴിഞ്ഞിട്ടൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷെ പലരും അത് കഴിഞ്ഞ് പ്രവാസിയായി ഇങ്ങോട്ട് വന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഫാമിലിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പുകൾ എന്തോരമാണെന്നുള്ളത്. പക്ഷെ ഞാൻ അതൊന്നും വകവെച്ചില്ല. എന്നെ സിനിമയിൽ വന്ന ഒരാൾക്ക് എത്രത്തോളം സക്സസ്ഫുൾ ആകാൻ പറ്റും എന്നുള്ളത് എല്ലാ വീട്ടുകാരെ പോലെയും, എല്ലാ വാപ്പയെയും, എല്ലാ ഉമ്മമാരെയും പോലെ എൻ്റെ വാപ്പക്കും ഉമ്മക്കും ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സ്വപ്നത്തിനാണ് ഞാൻ ആ സമയത്ത് പ്രാധാന്യം കൊടുത്തത്. എന്തോ ഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചു. ആസിഫിക്ക, നമുക്ക് ആസിഫിക്കയുടെ ഈ ഒരു 15 വർഷത്തെ ജേർണിയിൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് എനിക്ക് എപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് വലുത്. ഇന്നലെ ഞാനും ദീപക് പറമ്പോളും ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കഴിഞ്ഞ 12 ദിവസമായിട്ട് ഫുൾ നൈറ്റ് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം എനിക്ക് വേണ്ടി ഇവിടെ വന്ന എൻ്റെ ദീപക് പറമ്പോൾ, അദ്ദേഹത്തിന്റെ സ്നേഹം, ബാലുവിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും കാണാറുണ്ട്. ഇവരുടെ ആസിഫ്കാടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുമ്പോൾ ഇവരുടെ എല്ലാ ഗ്യാതറിങ്സും അവിടെ സ്റ്റോറി ആയിട്ടും ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിട്ടും രണ്ടാമത്തെ സിനിമയിലേക്ക് എന്നെ സെലക്ട് ചെയ്ത എന്റെ പ്രിയ സുഹൃത്ത് ജോഫിൻ, ഓൺലൈൻ മുയൽ മീഡിയയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയം പോലുള്ള സൗഹൃദമാണ് ഞങ്ങൾ. ഈ ഒരു സിനിമ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന എൻ്റെ സുഹൃത്ത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമയെ കേരളത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയ അനശ്വരൻ, ഹൈദരാബാദിലെ ഫാൻസ് ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, എടുത്ത് പറയേണ്ട പേരുകൾ ഒരുപാടുണ്ട്. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ സങ്കടമാവുന്ന സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് പറയുന്നില്ല. തീർച്ചയായിട്ടും ഇതിന്റെ അന്നേരം മമ്മൂക്ക പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ആസിഫ് ഖാനെ കുറിച്ചായിരുന്നു. അതായത് മുഖം കാണിക്കാതെ കണ്ണുകൾ കൊണ്ട് അഭിനയിച്ച ആ ഒരു പ്രതിഭ. ആ ഒരു വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ കണ്ടു കാണും അല്ലേ? വാച്ചും, എക്സാക്ട്ലി, റോളക്സ് വാച്ചും
അവിടെ വെച്ച് കിട്ടിയത് എന്തായിരുന്നു? ആ ഒരു വീഡിയോ കണ്ടപ്പോ ഉണ്ടായിരുന്ന ആ ഒരു മോമെന്റ്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അത്. കാര്യം ആ സിനിമ ഇറങ്ങി ഒരുപാട് നാൾ കഴിയുമ്പോൾ അതിലെ അണിയറ പ്രവർത്തകർ ആ മുഖംമൂടിക്കുള്ളിലുണ്ടായിരുന്നത് ആസിഫ് അലിയാണ് എന്ന് അവർ പറയുമ്പോഴായിരിക്കും ആളുകൾ മനസ്സിലാക്കുക എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ എൻ്റെ കണ്ണ് കണ്ടാൽ മലയാളികൾക്ക് മനസ്സിലാവുന്ന അത്രയും അവരുടെ മനസ്സിലേക്ക് ഞാൻ എത്തി എന്നുള്ളത് തിരിച്ചറിഞ്ഞത് അതല്ലേ ഒരു നടനെ സംബന്ധിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ്. തീർച്ചയായും. എനിക്ക് പഴയ ഒരു കാലഘട്ടത്തിൽ ബാക്കി കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മമ്മൂക്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു കഥ നിങ്ങൾക്ക് ആസിഫിക്കയുടെ അടുത്ത് അറിയണം എന്നാണ്. ഞങ്ങൾ കേട്ടത് എങ്ങനെയാണെന്നറിയോ? 20ാമത്തെ വയസ്സിന് ബർത്ത്ഡേ സെലിബ്രേഷൻ ആഘോഷിക്കുന്ന സമയത്ത് മുട്ടയേറും തക്കാളി ഏറും ഒക്കെ കിട്ടി കോളേജ് ക്യാമ്പസിലെ ഒരു മരത്തിനെ പറ്റിയുള്ള ഒരു കഥ. മരിയൻ കോളേജിനെ പറ്റിയാണോ? മരിയൻ കോളേജാണ് അല്ലേ? എന്തായിരുന്നു ആ ഒരു ഇൻസ്റ്റൻസ്? ഒന്നുമില്ല, ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരു അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒട്ടും തക്കാളിയേറൊക്കെ നേരത്തെ തന്നെ അത് സ്കൂട്ടാവുന്നതിന് അത് കേൾക്കട്ടെ അത് എന്താണെന്ന് കേൾക്കട്ടെ. അതിനിവിടെ പ്രസക്തിയില്ല, ആർക്ക് കേൾക്കട്ട. ബാലുവിനെ നോക്കിയിട്ടുണ്ട്. ബാലു ആണെന്ന് തോന്നുന്നു ഇതിന്റെ സൂത്രധാരൻ അല്ല. ഈ ഒരു ഒരു friendship വിഷയം നേടി. Please put your hands together for Balu Varghese. So, ബാലു ഈ നല്ലത് പറയണമെന്നാണ് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തത്. എല്ലാ കൂട്ടുകാരെയും ടെൻഷൻ. ബാലു കട്ട ചങ്സ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ഈ 15 വർഷത്തെ ജേർണിയിലേക്ക് IELTS എഴുതി പുറത്ത് പഠിക്കാൻ പോകാൻ നിന്ന ആളാണ് ഹണീബി കഴിഞ്ഞപ്പോൾ. ഒറ്റ ദിവസം രാത്രി ഞാൻ എടുത്ത തീരുമാനമാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സാറ്. അത് കറക്റ്റ് തീരുമാനമായി മാറി അല്ലേ ബാലു? Yes. അതെ, ഹണിബിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് നിങ്ങൾ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി. ഒരുമിച്ച് ഇപ്പോൾ ഒരു ചിത്രം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞോളൂ, 15 വർഷം ആസിഫിക്കയുടെ ആ ഒരു ജേർണി. 15 വർഷം എന്ന് പറഞ്ഞാൽ 15 വർഷങ്ങളാണ്. ആ വർഷങ്ങൾ 15 വർഷം നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവില്ലാതെ ഒരു മനുഷ്യന് നിൽക്കാൻ പറ്റില്ല. അതായത് ഇപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം വന്ന ഒരാൾ 1 വർഷം 2 സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു 3-4 വർഷം നിൽക്കും. പക്ഷെ 15 വർഷം സിനിമയിൽ നിൽക്കുന്നത് കഴിവ് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ആക്ടറാണ്. അപ്പം ഞങ്ങൾ ഈ അടുത്തൊരു പടം ചെയ്തു. ഇത് ജസ്റ്റ് ഇന്നലെ പാക്കപ്പ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ താമർ എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താമർ എടുത്ത് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്ത പടം. അപ്പോൾ താമർ ആസിഫിന് പരിചയമില്ല. അപ്പോൾ ആ പരിചയമുണ്ട്. പടമൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ട് എങ്ങനെയാണ് ആസിഫ് 15 വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാറാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പം എങ്ങനെയായിരിക്കും ആസിഫ് നമ്മൾ അതായത് നീ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പം താമര എടുത്ത് പറഞ്ഞു വെച്ചാൽ അങ്ങനത്തെ ഒരു സാധനം ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ പടത്തിൻ്റെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോ ഉണ്ട്. അതായത് നടത്ത് മരവിച്ച് ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ പുതച്ച് പബ്ലിക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കാണും, അങ്ങനെ ശ്രദ്ധിക്കും, അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല. ജെനുവിനായിട്ട് അതായത് സിനിമയുടെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ സിനിമയ്ക്ക് ഞാൻ ചില ആൾക്കാർ ഒരുപാട് പറയേണ്ടി വരും. അതായത് ഞാൻ പറയട്ടെ, അതായത് ചില ആൾക്കാർക്ക് 1-2 പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 വർഷം 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര എന്തോ ആയി എന്നുള്ളൊരു പല ആൾക്കാരും പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 15 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊരു കൂടെ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ബിടെക്കിലാണ് ആസിഫിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ അന്ന് എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോൾ. അതെന്നും ഉണ്ടാവും. ഒരു 30 വർഷം നമ്മളെല്ലാവരും കൂടി 30 വർഷം സെലിബ്രേറ്റ് ചെയ്യും, ഒരു 50 വർഷം സെലിബ്രേറ്റ് ചെയ്യും. ആ സമയത്ത് ആ ജെനുവിനായിട്ടുള്ളൊരു എഫേർട്ട് എല്ലാ സിനിമയിലും ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഇനിയുള്ള സിനിമകളുണ്ടാവും. സിനിമയ്ക്ക് ആവശ്യമുള്ള പോലെ തന്നെ ആസിഫിന് സിനിമയുടെ ആവശ്യമുണ്ട്. കാരണം ഇതിന് അത്രയും പാഷനേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇനി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് അതായത് ഇന്ന് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷാർജയിലാണ് അവൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ നോർമലായിട്ട് പറഞ്ഞൊരു കാര്യം, അതായത് ഋതു കാണുന്ന സമയത്ത് ഋതു കണ്ടു കഴിഞ്ഞിട്ട് ആ സമയത്ത് അവൻ ചിന്തിച്ചിട്ടായിരുന്നു, അതായത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, ഒരു സാധാരണ ഒരാൾ. അപ്പോൾ ആ സിനിമയിൽ അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ആ ക്യാരക്ടർ ഋതുവിലെ ആസിഫിനാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന്. ആ ഇഷ്ടം ഇപ്പോഴും അവനുണ്ട്. അത് നിൽക്കാനുള്ള കാരണം എല്ലാവരും ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫേസും
ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറുമാണ്. സിനിമയിലും പല രീതിയിലും പല പല ക്യാരക്ടേഴ്സ് ചെയ്യട്ടെ. തീർച്ചയായിട്ടും ഈ എന്നെ സ്റ്റേജിൽ നിർത്തിയിട്ട് എന്നെ പറ്റി പൊക്കി പറയുന്നത് കേൾക്കാൻ പറ്റിയ രസമുള്ള പരിപാടിയല്ല. അപ്പൊ നമ്മൾ ഒഫീഷ്യലി ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാണ്. രേഖാചിത്രം പ്ലീസ്. സോ രേഖാചിത്രം എന്ന സിനിമ നമ്മുടെ ജാനുവരി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമാണ്. അതിന്റെ ഒരു ഒഫീഷ്യൽ പ്രൊമോഷൻ കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. along with celebrating the 15 years journey of Pacifica. അപ്പം let me welcome the team of രേഖാചിത്രം. Please put your hands together for the female lead, the very beautiful Anashwara Rajan. ആഘോഷിക്കാനായിട്ട് പോവാണ്. ഒപ്പം തന്നെ നമ്മുടെ ഡയറക്ടർ അല്ലേ? Yes, the anchor of the movie, നമുക്ക് പറയാം, the guidance, the friend of Pacifica. Let me welcome Jofin onto the dais. Please put your hands together for Jofin. വെൽക്കം. അപ്പൊ എന്താണേലും ഈ രേഖാ ചിത്രത്തിന്റെ ഒരു ജസ്റ്റ് ട്രെയിലർ റിവ്യൂ നമുക്ക് അതൊന്ന് കാണേണ്ടതുണ്ട്. രേഖാചിത്രത്തിന്റെ ട്രെയിലർ കണ്ടിരുന്നോ എല്ലാവരും? കണ്ടിരുന്നോ? ഇനി കാണാത്തവർക്ക് ട്രെയിലർ ഒന്നും കൂടി ഇവിടെ കാണിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പൊതുവെ രാജ്യത്തിന് എങ്ങനെയുള്ള ആളായിരുന്നു? ജീവിതത്തിന് എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്തൊരു മനുഷ്യൻ. ഞാനാ സാറെ വിളിച്ചിട്ടാണ്. അവിടെ മാത്രമല്ല, വേറെ പല സ്ഥലത്തും വിളിച്ചിട്ടുണ്ട്. പിന്നെ സാറി പറയുന്ന സമയത്ത് അവന് എന്തോ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട്. അതേ പിടിച്ചാണ് അവൻ കയറിയത്. ഹലോ, മലക്കപ്പാറ സ്റ്റേഷൻ. ആവേശമല്ല സാറേ, ആവശ്യം. ചില പോലീസ് ഓഫീസേഴ്സ് ആർ thoroughly prejudiced. എനിക്കിട്ട് പണിത് ആരെയും ഞാൻ മറക്കത്തില്ല. സിനിമ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും അവൾ നല്ലൊരു നടിയായിരുന്നു. അവൾ വന്നുപോയ വഴികളിലെല്ലാം ശേഷിക്കുന്നത് ശവശരീരങ്ങളാണ്. ഒരുപക്ഷെ ഇനി മരിച്ചു വീഴുന്നത് ഞാനായിരിക്കാം, നിങ്ങളല്ല. എന്നാലും അയാൾ പറഞ്ഞതിൽ പകുതി സത്യമാണെന്ന് ആ സ്കെൽറ്റൻ കിട്ടിയപ്പോൾ മനസ്സിലായില്ലേ? ബാക്കി പകുതി കൂടെ സത്യമാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു കീർത്തി 2025 തുടക്കം ഒരു ഗംഭീര സ്റ്റാർട്ടായിട്ട് തന്നെയാണ് നമ്മൾ സിനിമയിലേക്ക് തന്നെ പോകുന്ന വിത്ത് രേഖാചിത്രം അല്ലേ? യെസ്, മലയാളം ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ അതിപ്പം ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഡിഫറെന്റ് ജോണേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്താ പറയുക, ഒരു നല്ല സിനിമയാകുമെന്നുള്ള വിശ്വാസമുണ്ട്. ജനുവരി 9-ാം തീയതി ലോകം മുഴുവൻ ഈ സിനിമ സെയിം ദിവസം തന്നെ റിലീസാണ്. ഇവിടെയും റിലീസുണ്ട്. കണ്ടതിന് ശേഷം അറിയിക്കുക. തീർച്ചയായിട്ടും. താങ്ക് യു. എന്താണേലും രേഖാചിത്രം നമ്മളെല്ലാ പ്രവാസികൾ എല്ലാ സിനിമയും ഒരുപോലെയാണ് നെഞ്ചിലേറ്റെടുക്കുന്നത്. നമ്മളെ എല്ലാവിധ പിന്തുണകളും ഉണ്ടാവും. ഒപ്പം തന്നെ ഇതിന്റെ ഒപ്പം പാട്ടായിരിക്കും നമ്മുടെ അനശ്വര ഒരുപാട് വട്ടം പല പല പ്രൊമോഷൻസിനൊക്കെ തന്നെ നമ്മുടെ UAE എത്തിയിട്ടുള്ളതാണ്. എന്താണ് അനശ്വര എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് മെയിൻ എന്തെന്ന് വെച്ചാൽ 15 years ഓഫ് പാസിഫലിയാണ്. അപ്പോൾ 2 വാക്ക് പറയാം. ഒരു 3 വർഷം മുന്നേ ഒരു അവാർഡ് പ്രോഗ്രാമിന് ഞാൻ അവിടെ വെറുതെ പോസ്റ്റായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഹലോ തീപ്പട്ടിക്കുള്ളി എന്ന് വിളിച്ച് എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് എനിക്ക് കമ്പനി വന്ന ആളാണ്. അപ്പം എല്ലാവരെയും പോലെ തന്നെ ഞാനും ആസ് എൻ ആക്ടർ, ആസ് എ പേഴ്സൺ ഞാൻ വലിയൊരു ഫാനാണ്. ഇപ്പം ഫാമിലിയുടെ ഇടയിൽ നമ്മുടെ അച്ഛനമ്മയോട് ചോദിച്ചാലും നമ്മുടെ വീട്ടിലെ പയ്യനെന്ന് അത്രയും അഫെക്ഷനോട് പറയാൻ പറ്റുന്ന ഏത് യൂത്തിനോട് ചോദിച്ചാലും നമ്മുടെ മച്ചാനല്ലേ എന്ന് പറയുന്ന അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ആളുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ ജനുവരി 9-ന് രേഖാചിത്രം തിയേറ്ററിലെത്തുകയാണ്. ഒരു പഠിച്ചിട്ട് ഒന്നാണെന്ന് പറയുന്നത്. അനശ്വരയ്ക്ക് മെമന്റോ കൊടുക്കാൻ വേണ്ടി let me invite Advocate Vinayaka Prasad and Advocate Sajeev from Ali Al Khaja Advocates. Please put your hands together for both of them, please.
എല്ലാവരുടെ അടുത്തേക്കും വരുന്നതാണ്. ദേഹത്ത് തൊടാതെ സെൽഫി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. അപ്പം തന്നെ ലെറ്റ്സ് വെൽക്കം സിദ്ധാർത്ഥ്. അടുത്ത ഒരു ഗംഭീര ട്രിബ്യൂട്ട് സോങ്ങുമായിട്ടാണ് സിദ്ധാർത്ഥ് ഇവിടെ എത്താൻ പോകുന്നത്. യെസ്, അങ്ങനെ നമ്മൾ തുടക്കം കുറിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഗംഭീരമാക്കാനായിട്ട് നമ്മുടെ സ്വന്തം സിദ്ധാർത്ഥ് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും ഫോർ എ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ഈ ഒരു ഈവനിങ് ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ വി ആർ വൈൻഡിങ് അപ്പ് ദിസ് ബ്യൂട്ടിഫുൾ ഈവനിങ് വിത്ത് അമേസിംഗ് പെർഫോമൻസ് ബൈ നൺ അതർ ദാൻ our own Asif Ali. So signing off, Akshay and Kirti here. അപ്പോൾ ഒരു ഗംഭീര ഈവനിങ് ആവട്ടെ എല്ലാവർക്കും. once again Ashwara, I'm so happy to see you all again after so long. ആസിഫിക്ക, ഈ പാട്ട് ഞാൻ ആസിഫിക്ക് വേണ്ടി പാടാനുള്ള ഫ്യൂ ലൈൻസ് ഫോർ യു. Give it up for Asifika, guys!
അടുത്തായിട്ട് ഞാൻ പാടാൻ പോകുന്നത് എൻ്റെ ചേച്ചി പാടിയ പാട്ടാണ്. സോ ദി സോങ് sung by him and I hope you all love the song. Let's do it.
ഐസ് മേടിച്ചിട്ട് കഴിച്ചിട്ടില്ല ഒരു ഐസ് കയ്യിലുണ്ട് उधर से लो सही में हाँ ये आइस है हाँ 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 ये कितना दरम 5 dirham है 5 दरम सिप अप sip up 3 piece popsicle 1 sip up 3 it's all item Nesto market also नेस्टो all every Nesto market available we manufacture and distribute okay available in Nesto right okay thank you जो सरल है തിരക്കാണ് ഹൈദരാബാദ് ബിരിയാണി എന്തൊരു വീഡിയോ കമ്മിങ് സൂൺ precise South രാമൻകുട്ടി കേറ്ററിംഗ് സ്നാക്സ് ഐറ്റംസ് ഐസിൻ്റെ കട കേട്ടോ ഐസ് കേട്ടോ